ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി നോക്കണം. പലപ്പോഴും പലതും നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും പലതും നമ്മൾ ചെയ്യുന്നില്ല. പലതും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും പലതും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പലതും നമ്മൾ ചെയ്യാൻ ശ്രമിക്കാൻ നോക്കിയാലും പാതി വഴിയിൽ വെച്ചു നമുക്കത് ഉപേക്ഷിക്കേണ്ടി വരും. എന്താണ് കാരണം? എന്നെക്കൊണ്ട് അത് കഴിയില്ല എന്നതായിരിക്കും കാരണം. എന്നാൽ നമുക്ക് എന്തെങ്കിലും കഴിയാത്തതായി എന്തെങ്കിലുമുണ്ടോ? എല്ലാം നമുക്ക് കഴിയും. പക്ഷേ പലപ്പോഴും നമ്മുടെ മനസ്സ് നമ്മോട് പറയുന്നു, എനിക്കത് കഴിയില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഇനി ഞാൻ എങ്ങനെയാണത് ചെയ്യുക, ഞാൻ ആരോട് ചോദിച്ചാണ് ചെയ്യുക, അല്ലേ? പലപ്പോഴും ഒരു ഡിസിഷൻ മേക്കിംഗ്, അല്ലേ? നമ്മൾ ഒരു തീരുമാനമെടുക്കണം, പക്ഷെ നമുക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. നമ്മൾക്കൊരു അല്ലേ, ഇപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ എനിക്കത് വരുന്നില്ല, അല്ലേ? ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൽ പരാജയപ്പെട്ടാലോ, ഞാനത് എടുത്തു കഴിഞ്ഞാൽ എനിക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിലോ, ഞാനത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പാതി വഴിയിൽ എനിക്കത് ഉപേക്ഷിക്കേണ്ടി വന്നാലോ, ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് ആളുകൾ എന്തെങ്കിലും കരുതിയാലോ, ഞാനത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫൈനാൻഷ്യലായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് സംഭവിച്ചാലോ, ഞാൻ അത് എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ആളുകളൊക്കെ എന്നെ അവോയ്ഡ് ചെയ്താലോ, എന്നെ മാറ്റി നിർത്തിയാലോ, അവരെന്നോട് സംസാരിക്കാതിരുന്നാലോ, അവരെന്നോട് എന്താ പറയുക എന്നോട് ഒരു അകൽച്ച കാണിച്ചാലോ എന്നതൊക്കെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത്, അല്ലേ? ജീവിതം എന്ന് പറഞ്ഞാൽ വളരെയധികം മനോഹരമാണ്. നമുക്കൊരു ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ആസ്വദിച്ച് തീർക്കാനുള്ളതാണ്, അല്ലേ? പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് അത് എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടാനുള്ളതാണ് നമ്മുടെ ജീവിതം. അല്ല, അല്ലല്ലോ, അല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ വളരെയധികം ആനന്ദകരമായി, സന്തോഷകരമായി, ഉല്ലാസത്തോടെ, എനർജിയോടെ, അല്ലെങ്കിൽ വളരെയധികം നമുക്ക് എന്താ പറയുക, നല്ല നല്ല കാഴ്ചപ്പാടുകളോടെ, നല്ല നല്ല ചിന്തകളോടെ, നല്ല നല്ല എന്താ പറയുക അനുഭൂതികളിലൂടെ, നല്ല നല്ല ആശയങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുവാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഒരു ജീവിതം നമുക്ക് കിട്ടിയിട്ടുള്ളതല്ലേ? എന്നാൽ പലപ്പോഴൊക്കെ നമ്മൾ ഈ ഒരു ജീവിതത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നുണ്ടോ? വിനിയോഗിക്കുന്നില്ല. ഈ ജീവിതത്തെ വേണ്ട വിധത്തിൽ ഗൗരവത്തോടെ കാണുന്നുണ്ടോ? ഗൗരവത്തോടെ കാണുന്നില്ല. നമ്മൾ ജീവിതത്തെ എപ്പോഴും നമ്മൾ നോക്കിക്കാണുന്നത് വളരെയധികം പേടിയോടുകൂടി, വളരെയധികം എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ഡ്രൈവിംഗ് അറിയാത്തൊരു വ്യക്തി, അദ്ദേഹത്തിന് വാഹനം ഓടിക്കാൻ പഠിക്കണം. പക്ഷേ അദ്ദേഹം വാഹനമെടുത്ത് ആദ്യം അദ്ദേഹം എന്താ ചിന്തിക്കുക എന്നറിയോ? ഞാൻ വാഹനത്തിൽ നിന്ന് വീണാലോ എന്നതാണ് ചിന്തിക്കുക, അല്ലേ? വീണാലോ എന്ന് ചിന്തിക്കും. ഏതൊരാളെടുത്ത് കഴിഞ്ഞാലും വീണാലോ എന്ന് ചിന്തിക്കും, അല്ലേ? സ്വാഭാവികമാണ്. പക്ഷേ ഈ വ്യക്തി വാഹനമെടുത്തു. പക്ഷേ എത്രയോ വ്യക്തികൾ വാഹനത്തിൽ നിന്ന് വീഴാതെ, ഒരു പോറൽ പോലും ഏൽക്കാതെ, അല്ലേ? 100 പേരെന്താ പറയുക വാഹനം പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 95 പേരും വാഹനത്തിൽ നിന്ന് വീഴുന്നില്ല, അല്ലേ? പഠിക്കുമ്പോൾ വീഴുന്നില്ല. അതിൽ 95% മാത്രമാണ്, 5% ആളുകൾ മാത്രമാണ് വീഴുന്നത്, അല്ലേ? 100-ൽ 5 പേര് മാത്രമാണ് വീഴുന്നത്. പക്ഷേ അതിൽ അവർക്ക് മേജറായിട്ടുള്ള എന്താ പറയുക വലിയ ഗൗരവപരമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള എന്താ പറയുക മുറിവുകളൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഒന്ന് വീണ് കഴിഞ്ഞാൽ അവർക്ക് എന്താ സംഭവിക്കുന്നത്? പേടി, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ മുന്നിട്ടിറങ്ങണം. നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ എന്താ പറയുക ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? അപ്പോൾ നമുക്ക് തുടക്കം എന്ത് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നത് സുഹൃത്തുക്കളല്ലേ? അപ്പോൾ സുഹൃത്തുക്കളുടെ കൂടെ, നമ്മുടെ സൗഹൃദങ്ങളുടെ കൂടെ നമ്മൾ എപ്പോഴും സമയം പങ്കിടണം. കാരണം നമുക്കൊക്കെ പ്രായമാകും, അല്ലേ? കുറേ കഴിഞ്ഞാൽ, അല്ലേ? നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കുറച്ചൊക്കെ പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് വാഹനം സ്വന്തമായി ഓടിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും നമ്മൾ കഴിഞ്ഞു പോകുന്ന ഒരു കാലമുണ്ടായിരിക്കും വളരെയധികം പ്രായമായി കഴിഞ്ഞാൽ. പക്ഷേ ആ സമയത്തൊക്കെ നമുക്ക് ഓർത്തിരിക്കാനും, നമുക്കെന്താ പറയുക ഓർക്കാനും മനസ്സിലാക്കുവാനും, നമുക്ക് പുഞ്ചിരിക്കുവാനും ഓർമ്മകളായി സമ്മാനിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ സൗഹൃദങ്ങൾക്കിടയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തെ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കാണണം. കാരണം എന്താണെന്നറിയോ,
പലരും പറയുന്നത് കേട്ട് പലതിലേക്കും നമ്മൾ ഇറങ്ങിത്തിരിയാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാനോ നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് എന്താ പറയുക ഓർത്തെടുത്ത് നമുക്ക് എന്താ പറയുക നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനൊന്നും നമുക്ക് കാര്യമായി ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. ജീവിതം ആനന്ദകരമാക്കുക. കാരണം പ്രായമാകുമ്പോൾ എന്തെങ്കിലും ഒക്കെ നമുക്കൊന്ന് പുഞ്ചിരിക്കുവാൻ വേണ്ടി അടയാളങ്ങൾ നമുക്ക് സൂക്ഷിക്കേണ്ടേ. ആ അടയാളങ്ങളാണ് നമ്മുടെ സൗഹൃദങ്ങൾക്കിടയിലുള്ള അടയാളങ്ങൾ നമുക്ക് എന്താ പറയുക കിട്ടുക എന്നുള്ളത് അല്ലേ. യാത്ര പോകുമ്പോൾ ഒരുപാട് നമുക്ക് അനുഭവങ്ങൾ ലഭിക്കും അല്ലേ. കൂടി സംസാരിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ലഭിക്കും. സൗഹൃദങ്ങൾ നല്ല രീതിയിൽ കടന്നു പോയാൽ ഒന്നിച്ച് ഉള്ള നമുക്കെന്താ പറയുക ചിന്തകളിലൂടെ നമുക്ക് പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ നമുക്ക് കെട്ടിപ്പടുത്തുയർത്തുവാൻ സാധിക്കും. ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത് കേട്ടോ. ചിന്തിക്കുക. പോസിറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ പലതും നമുക്ക് നേടാൻ പറ്റും. നെഗറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെടുത്തണോ നമുക്ക് നേടിയെടുക്കണോ നഷ്ടപ്പെടുത്തണോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. തിങ്ക് നന്നായി ചിന്തിക്കുക, സത്യസന്ധമായി ചിന്തിക്കുക. നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുക പോസിറ്റീവായി. ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുക. സൗഹൃദങ്ങളുടെ കൂടെ സമയം പങ്കിടുക. നല്ല കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് ഓർത്ത് ചിരിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ സംഭവിക്കും എന്നതാണ് കേട്ടോ ചിന്തിക്കുക.